സൈക്കോളജിസ്റ്റായ സ്മിത സതീഷിലേക്ക് പോവുകയാണ്. സ്മിത, ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ട് മൊഴി മാറ്റിയെന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോഴെന്തെങ്കിലും ഭീഷണി ഉണ്ടോ? അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ പറഞ്ഞു എന്നാണ് ആ വീഡിയോയിൽ പെൺകുട്ടി പറയുന്നത്. അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും നേരിട്ട് ആ കുട്ടിയെ നമ്മൾ കണ്ടു സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ന്യൂസിന്റെ ഒരു ഇതിൽ മാത്രമാണ് ഞാനാണെങ്കിലും സംസാരിക്കുന്നത്. അത് ഏതൊരു കുട്ടിയാണെങ്കിലും ഏതൊരാളാണെങ്കിലും അവരെ കണ്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. കാരണം ഇതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഒരു ഫസ്റ്റ് ഇഷ്യൂവിന് ശേഷം തന്നെ ഈ കുട്ടി വല്ല പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചിട്ടും എവിടെയും പറയുന്നത് ഞാൻ കേട്ടില്ല. കാരണം അങ്ങനെ ചെല്ലുമ്പോഴാണ് ഏത് തരം പേഴ്സണാലിറ്റിയിലാണ് ഈ കുട്ടി ഉള്ളത്, എന്തുകൊണ്ടാണ് ഈ കുട്ടി ചിലപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഈ കുട്ടിക്ക് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. പിന്നെ പൊതുവേ നമുക്കറിയാലോ, പാരന്റ്സിന്റെ ഭാഗത്ത് അവരുടെ സ്നേഹ കൂടുതലാണ്, ഏറ്റവും നല്ലത് വേണമെന്നാണല്ലോ കുട്ടിയെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കല്യാണത്തിന് മുമ്പ് തന്നെ കുറെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊക്കെ മര്യാദയ്ക്ക് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ഈ ഒരു സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഒരു ഭീഷണി വരും, നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ മരിച്ചു പോകും. ഇതൊക്കെ ഒരുവിധം എല്ലാ പ്രണയങ്ങൾ തൊട്ടിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഭീഷണിയും അച്ഛനും എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ അമ്മയെ പേടിച്ചിട്ടോ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ഇവൻ വേറെ കല്യാണം കഴിച്ചിട്ടുള്ളവരടക്കം ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്ക് പേടിച്ച് ഭയന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് ഇങ്ങനത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള ഒരു ഭയം. അപ്പൊ ഈ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ലെവലും അവിടെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു കേസിൽ തന്നെ കുട്ടി സംസാരിക്കുമ്പോൾ വീട്ടിലിരിക്കാനും കുട്ടി സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും വീട്ടിലേക്ക് അവർ വരുമ്പോഴാണ് കാണുമ്പോഴാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടി ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്? അപ്പൊ കമ്മ്യൂണിക്കേഷൻ അവിടെ ഇഷ്യൂസ്, എന്ത് കാര്യം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ആ കുട്ടിക്ക് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം നമുക്കിതിൽ തോന്നുന്നുണ്ട്. അത് ഒരുപക്ഷെ ആ വീട്ടുകാർ അതിലേക്ക് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടി പറഞ്ഞു തീർക്കുമായിരുന്നോ? അത് എന്റെ ഒരു സംശയമാണ് താങ്കളോട് ചോദിക്കുന്നത്. അല്ല, ഇപ്പൊ കൊടുക്കുന്ന ഞങ്ങൾ ഉണ്ട് ഒപ്പം എന്ന് പറയുന്ന ഈ സപ്പോർട്ട് ഏതൊരു കുട്ടിക്കും അച്ഛനും അമ്മമാര് വീട്ടില് വളർന്നു വരുന്ന സാഹചര്യം തൊട്ട് തന്നെ പെൺകുട്ടികൾക്ക് കൊടുക്കണം. ഒരു കല്യാണം കഴിച്ചു പോകുമ്പോ തന്നെ ആ കുട്ടിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവണം. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ പോലും അത് പറഞ്ഞിട്ടില്ല, അവിടെ ചെന്ന് കാണുമ്പോഴല്ലേ കാണുന്നുള്ളത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അവരെന്തോ ആയിക്കോട്ടെ, ഹസ്ബൻഡിന്റെ വീട്ടുകാർ നമുക്കൊന്നും അറിയില്ല, അവര് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കുവോ, അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടി എന്തുകൊണ്ടാണ് തുറന്നു പറയാൻ പറ്റാത്ത? അപ്പൊ എന്ത് തരത്തിലാണ് ആ കുട്ടിക്കുള്ളത്? ഒരുപക്ഷെ ഇപ്പൊ സംസാരിക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടല്ലോ ആ കുട്ടി വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ളതായിരിക്കാം. ഈ ഏതൊരു റിലേഷൻഷിപ്പിലും നമുക്കൊരു നമ്മളെ ഉപദ്രവിച്ചാൽ പോലും നമുക്ക് അവരോട് ഇഷ്ടം തോന്നുന്ന ഒരു ഇത് വരുന്നുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ, ഞാൻ എന്റെ ദേഷ്യം കൂടുതലാണ്, അതെന്റെ സ്നേഹമാണ്. ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്, ഈ ലവ് ബോംബിങ് വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. ഇതിന്റെ ഒരു പാറ്റേണിൽ വരുന്ന കുറച്ച് കാര്യം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴേ അറിയുള്ളൂ. ഈ കുട്ടി ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണ് ആ കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ രണ്ട് സൈഡിൽ നിന്നുള്ള പ്രഷർ ആ കുട്ടിക്ക് കിട്ടുന്നത് കൊണ്ട്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക്